ആദ്യമായിട്ട് തുടങ്ങാം. നമുക്ക് അത് വെച്ച് മുന്നോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. ഓക്കെ, ആർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെയോ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാതെ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, പറയുക കേട്ടോ. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് പറയുന്നത് 15⁻10 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമെന്ത്? എല്ലാവർക്കും ഒന്ന് എഴുതിയെടുക്കാവോ? 15⁻10 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമെന്ത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റി ആദ്യം പറയാൻ പോകുന്നത്. ഇത് സ്ഥിരം PSC ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. 15⁻10 15ന്റെ പവർ 10 ആണ്. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്കൊരു കണ്ടീഷനായിട്ട് പഠിക്കാം, പെട്ടെന്ന് എങ്ങനെ ആൻസർ കിട്ടാം ആ രീതിയിലോട്ട് ഇതിനെ കൊണ്ടുപോകാം. ആദ്യം നമുക്കിതിനെ ഈ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പറിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇവിടെ കിടക്കുന്ന നമ്പർ 5 അല്ലയോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 0, 1, 5, 6 ആണ് ഈ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ, കണ്ടീഷൻ മറന്നു പോകരുത്, 0, 1, 5, 6 ആണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എപ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? പറഞ്ഞത് ഇങ്ങനെയാണ്, 15⁻10 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എപ്പോഴും ഈ സംഖ്യ തന്നെ ആയിരിക്കും, 5. അപ്പൊ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഇവിടെ 0, 1, 5, 6 ആണെങ്കിൽ മാത്രം ആൻസർ ആ സംഖ്യ തന്നെ ആയിരിക്കും. മറന്നു പോകരുത്. പറഞ്ഞത് ഇങ്ങനെയാണ്, 5 അല്ലെങ്കിൽ 0, 1, 5, 6 അതാണ് ഈ ഭാഗത്ത് വരുന്നത് എങ്കിൽ ആൻസർ എന്തായിരിക്കും? ആ സംഖ്യ തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഓക്കെ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. 256⁻25 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ഒന്ന് ചെയ്തു നോക്കൂ. എന്താണ് ആൻസർ? ആൻസർ കിട്ടിയതൊന്ന് മെൻഷൻ ചെയ്തേ. 6 ആൻസർ. ഓക്കെ, അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് കാരണം എന്ന് പറയുന്നത്? 0, 1, 5, 6 ആണ് വരുന്നതെങ്കിൽ ആൻസർ എന്ത് തന്നെയാണ്? ആ സംഖ്യ തന്നെയാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. പതിനഞ്ച് റേസ് 24 ഇൻറ്റു 36⁻52 ഇൻറ്റു 11⁻27 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ഒന്ന് ചെയ്തേ. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ഓക്കെ ആവുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ഇവിടെ നമുക്കറിയാം 5, 6, 1 ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 5 വന്നത് കൊണ്ട് ഇതിന്റെ ആൻസർ 5 ആയിരിക്കാം, 6 വന്നത് കൊണ്ട് 6 ആയിരിക്കാം, 1 വന്നത് കൊണ്ട് 1 ആയിരിക്കാം. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് 5 ഗുണം 6 30, 30 ഗുണം 1 എന്ത് തന്നെയാണ്? 30. നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ് വേണ്ടത്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത് തന്നെയാണ്? 0. ഓക്കെ, പലരും ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്. ആൻസർ എന്ത് തന്നെയാണ്? 0. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത സെക്ഷനിലോട്ടാ പോകുന്നത്. ഇതിന്റെ തന്നെ അടുത്ത ടൈപ്പിലോട്ടാ പോകാൻ പോണേ. അപ്പൊ 0 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ എന്താ
ഒന്നോ ആറോ അല്ലാതെ വരുന്ന സംഖ്യകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് നോക്കാം. 23 റൈസ് ടു 25. 23 റൈസ് ടു 25. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ചോദ്യം ഇങ്ങനെയാണ്. 23 റൈസ് ടു 25 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 0 അല്ല, 1 അല്ല, 5 അല്ല, 6 അല്ല, വ്യത്യസ്തമായ മറ്റൊരു നമ്പറാണ് 3. അപ്പൊ അവിടെ നമുക്കൊരു കണ്ടീഷൻ പറയാം. 2, 3, 4, 7, 8, 9 ഇവയാണ് വരുന്നതെങ്കിൽ, അതായത് 0, 1, 5, 6 ഇവയല്ലാതെ ഈ പറയുന്ന സംഖ്യകളാണ് വരുന്നതെങ്കിൽ എന്നുള്ള കണ്ടീഷനെ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള പവറിനെ എടുക്കുക. നമ്മുടെ കയ്യിലുള്ള പവറിനെ എടുക്കുക. പവർ എത്രയാണ്? 25. ഓക്കെ അല്ലേ? ഈ 25നെ നിങ്ങൾ ഒരു 4 എന്ന കോൺസ്റ്റന്റ് നമ്പർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നോക്കാം, 25ൽ എത്ര 4 ഉണ്ട്? പറഞ്ഞേ. 6, 4, 24. ശിഷ്ടം 1. നമുക്ക് ഈ ശിഷ്ടമാണ് വേണ്ടത്. ഈ ശിഷ്ടം എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം. ശിഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ചോദ്യത്തിലെ ഈ 3 ഉണ്ടല്ലോ, 3/1 എന്ന് എഴുതുക. ശിഷ്ടം 2 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ 3/2 എന്ന് എഴുതുക. ശിഷ്ടം 3 ആണ് വരുന്നതെങ്കിൽ 3/3 എന്ന് എഴുതുക. അതേസമയം ശിഷ്ടം 4 ഒരിക്കലും വരില്ല. പകരം എന്ത് വരാം? 0 വരാം. ശിഷ്ടം 0 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ 3/4 എന്ന് എഴുതുക. കണ്ടീഷൻ മറന്നു പോകരുത്. ശിഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ ഇവിടെയുള്ള സംഖ്യ ⁻1. ശിഷ്ടം 2 ആണ് വരുന്നതെങ്കിൽ ഇവിടെയുള്ള സംഖ്യ ⁻2. ശിഷ്ടം 3 ആണ് വരുന്നതെങ്കിൽ ഇവിടെയുള്ള സംഖ്യ എന്താണ്? 3. 0 വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സംഖ്യ ⁻4. ക്ലിയർ അല്ലേ? അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ശിഷ്ടം 1 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? 3/1. 3/1 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ത് തന്നെ? 3. ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് പ്രതികരിക്കണേ എല്ലാവരും. ഓക്കെ ഓക്കെ, യെസ്, ഗുഡ്. ഓക്കെ, അപ്പോൾ ആശയം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3 ആണ്. നമ്മുടെ റീസെന്റ് പരീക്ഷകളൊക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒന്ന് ശ്രദ്ധിച്ചേ. 19 റൈസ് ടു 242. 19 റൈസ് ടു 242 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ഒന്ന് ചെയ്തു നോക്കിയേ. 19 റൈസ് ടു 242 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ആദ്യം ചെയ്യേണ്ടത് അറിയാം. പവർ എടുക്കുക. പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം, ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാം 24ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കണം. എത്ര 4 ഉണ്ട് നോക്കിയേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം. ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം. ഓക്കെ, ആൻസർ വന്നു തുടങ്ങി. 9 എന്ന് പറഞ്ഞു. ഓക്കെ, ഒരാൾ 2 എന്ന് എഴുതി. നോക്കാം, 242ൽ എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് പറയാം. 80 എന്ന് പറയാം അല്ലെ? 80 പറയത്തില്ല, 24 അല്ലയോ? 6, 4, 24. അപ്പൊ 60 നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? 6, 4, 24, 240, 2 ശിഷ്ടം. ഓക്കെ ആണോ? ഈ 2 ആണ് ശിഷ്ടം കിട്ടിയതെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? 9/2 എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ അല്ലയോ? ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ,
അപ്പോൾ 9/2 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും പറഞ്ഞേ? 9 × 9 എത്രയാണ്? 81. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനം എത്രയാ? 1. നമ്മുടെ ആൻസർ എത്ര വരും? 1 എന്ന് വരും. ഓക്കെ അല്ലേ? ആശയം മനസ്സിലായോ? ഒന്നുകൂടെ പറയുകയാണ്, ശ്രദ്ധിക്കണം. 242/4. ഞാനിതിനെ ഒരുമിച്ച് എടുത്തിട്ടാ ഭാഗിച്ചേ. 242 എന്ന് പറയുമ്പോൾ 60 പ്രാവശ്യം 6 4 24, ഒരു 0 കൂടെ കൊടുത്താൽ മതിയാകും. ശിഷ്ടം എത്ര കിട്ടി? 2. ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് നോക്കുക. 2 ആണെങ്കിൽ 9/2 എന്ന് പറയുക. 9 × 9 81 അപ്പൊ എന്ത് കിട്ടി? അവസാനം 1 എന്ന് കിട്ടി. നമുക്ക് ഒരു ചോദ്യം കൂടെ കൈകാര്യം ചെയ്യാം. ഓക്കെ, 37/58. ഒന്ന് ചെയ്തു നോക്കിയേ. അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമുണ്ട്. ഓക്കെ, 9 എന്നൊരു ആൻസർ വന്നു. ഓക്കെ, 6 വന്നു. ഓക്കെ, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ദെൻ നോക്കിയേ, 58 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കൊടുക്കാം? 4 കൊടുക്കാം. 58-ൽ എത്ര 4 ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, 5-ലാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇറക്കി എഴുതി 18. 18-ൽ എത്ര 4 ഉണ്ട് എന്ന് ചോദിച്ചാൽ 4 4 16. ശിഷ്ടം എത്രയാ? 2. 2 കിട്ടിയത് കൊണ്ട് നമ്മൾ എങ്ങനെ എഴുതി? 7/2 എന്ന് എഴുതി. 7/2 എന്ന് വെച്ചാൽ എത്രയാ? 49 ആണ്. നമ്മുടെ ആൻസർ എന്തോ വരും? 9 എന്ന് വരും. ഓക്കെ ആണോ? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. അപ്പൊ ഞാൻ ഈ സെക്ഷൻ നിർത്തി വീണ്ടും അടുത്ത ഒരു ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ആയി എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയേ. 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? ഓക്കെ, ഒരാള് 25 എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ 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 ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഇതൊരു ഒറ്റ സംഖ്യ. ഞാൻ ബേസ് ചാപ്റ്റർ ആണ് ഞാൻ ആദ്യം തുടങ്ങി വെക്കുന്നത്, അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു പോകുന്നേ. നമുക്ക് നോക്കാം. ഇവിടെ ഒറ്റ സംഖ്യകളെ കുറിച്ചുള്ള കോൺസെപ്റ്റാ പറഞ്ഞിരിക്കുന്നത്. ഈ ഒറ്റ സംഖ്യ 10 വരെയുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 10 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് എന്നാണ്. 10 വരെ നോക്കിയേ, 1 3 5 7 9 ഇത്രയല്ലേ ഉള്ളൂ. 10 എണ്ണം നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. നമുക്ക് എത്രയേ പറയാൻ പറ്റൂ? 9 എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സോറി, എത്ര? 5 എണ്ണേ പറയാൻ പറ്റൂ. 9 10 വരെ 5 എണ്ണം. ഓക്കെ, ഒറ്റസംഖ്യകളുടെ തുക എന്നാണ് ചോദ്യമെങ്കിൽ തുക കാണാനുള്ള സൂത്രവാക്യമാണ് എന്തെന്ന് പറയുന്നത്? n². ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 5-ന്റെ എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. 5-ന്റെ സ്ക്വയർ എത്രയാ? 25. പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 25. ഓക്കെ അല്ലേ? അല്ലാതെ ഒരു കാരണവശാൽ എന്തെടുക്കരുത്? 10-ന്റെ സ്ക്വയർ ഒന്നും എടുക്കരുത്. n². എത്ര ആളുകളുണ്ടോ അവരുടെ സ്ക്വയർ. ഇവിടെ 5 ആളുകൾ ഉണ്ട്, അവരുടെ സ്ക്വയർ 25. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതുമായി കണക്ട് ഒരു പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റിനെ പറ്റിയാ പറയുന്നത്. നമുക്ക് എഴുതി നോക്കാം. റൂട്ട് ഓഫ് 1 + 3 + 5 + etc. + 101. ഇതായിരുന്നു ചോദ്യം. ഒന്ന് ചെയ്തു നോക്കിയേ. ആൻസർ കിട്ടിയവയെ ഒന്ന് മെൻഷൻ ചെയ്യണേ.
ഓക്കെ, 51 വന്നിട്ടുണ്ട്, 25 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്കറിയാം റൂട്ടാണ് കിടക്കുന്നത്. റൂട്ടിനകത്ത് ഏതുവരെയാ 1 മുതൽ ഏതുവരെ 101 വരെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം 101 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല 101 നമ്പർ എന്ന് പറയാനായിട്ട് പറ്റില്ല, കാരണം 101 വരെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാർഗം സ്വീകരിക്കാം. ഇവിടെ 101 അല്ലേ പറഞ്ഞേ, ആ 101 ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാനായിട്ട് 101 1 അങ്ങ് കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടെ 1 കൂട്ടിയാലുള്ള നേട്ടം എന്ന് പറയുന്നത് 101 കൂടെ നമ്മൾ എടുക്കും, അതിനകത്ത് ചേർന്ന് വരും. അതുകൊണ്ടാണ് 1 അങ്ങ് കൂട്ടാൻ പറഞ്ഞേ. 101 + 1 ഡിവൈഡഡ് ബൈ, അപ്പൊ നോക്കിയേ 102 ഡിവൈഡഡ് ബൈ 2 എന്തോ കിട്ടി? 51 എന്ന് വെച്ചാല് ഇതിനകത്ത് എത്ര നമ്പർ ഉണ്ട്? 51 നമ്പർ ഉണ്ട്. ക്ലിയർ അല്ലേ? നമുക്കറിയാം എത്ര നമ്പർ ഉണ്ടോ ആ തുക കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? n² എടുത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്താണ്? 51ന്റെ സ്ക്വയർ. ഓക്കെ, ഈ റൂട്ട് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 51 അല്ലെങ്കിൽ റൂട്ടിനകത്ത് ഒരു സംഖ്യ 51ന്റെ സ്ക്വയർ എന്ന് വന്ന അതിന്റെ അർത്ഥം എന്താ? 51 × 51. റൂട്ടിനകത്ത് 51 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ റൂട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു 51 പുറത്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 51. പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻസർ എന്ത് തന്നെയാണ്? 51. ഓക്കെ ആവുന്നുണ്ടോ? ഇത് ഒരു റീസെന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ആ പരീക്ഷയ്ക്ക് എന്തില്ലായിരുന്നു? ഈ ആൻസർ ഇല്ലായിരുന്നു. മിക്കവാറും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഒരു ക്യാൻസൽ ചെയ്യും. കാരണം ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് എന്തില്ലായിരുന്നു? പരീക്ഷയ്ക്ക് ഇല്ലായിരുന്നു കേട്ടോ. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടാണ് പോകാൻ പോകുന്നത്. നമുക്ക് ഇതിനെ തന്നെ ഒരു ഓട്ടിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയ മൊത്തം ഒന്ന് ടച്ച് ചെയ്ത് പോകത്തക്ക രീതിയിൽ കേട്ടോ. ഞാനൊരു ഹെഡിങ് കൊടുത്തു, എണ്ണൽ സംഖ്യ. ഓക്കെ, ഈ എണ്ണൽ സംഖ്യയുമായി ബന്ധപ്പെട്ട് PSC എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു 6 ചോദ്യങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് ആ 6 ചോദ്യങ്ങളെയും ഓട്ടിച്ചൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എന്ത് കണ്ടുപിടിക്കുക? തുക കണ്ടുപിടിക്കുക. തുക കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം, n × n+1/2 എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, പുതിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പഴയ ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു പരീക്ഷ എടുത്താലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക, n × n+1/2. ഓക്കെ അല്ലേ? എന്നാൽ ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുക. ഓക്കെ, ശരാശരി, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുക. ശരാശരി കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ സൂത്രവാക്യം അറിയാമെങ്കിൽ പുറത്തുള്ള n അങ്ങ് ഒഴിവാക്കിയാൽ മതി. പുറത്തുള്ള n അങ്ങ് എന്ത് ചെയ്താൽ മതി? ഒഴിവാക്കി കളഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെയായിട്ട് മാറും? n+1/2 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? പറഞ്ഞത് ഇങ്ങനെയാണ്. തുകയാണെങ്കിൽ n × n+1/2, അത് ശരാശരിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? പുറത്തുള്ള n അങ്ങ് ഒഴിവാക്കുക, n+1/2 ആയിട്ട് മാറും. ഓക്കെ ആണോ? ഓക്കെ, ദെൻ വീണ്ടും നമ്മുടെ ഇതിന്റെ അടുത്ത ഏരിയയിലോട്ട് പോകാം. ഇവിടെ തുകയും ശരാശരിയോ പറഞ്ഞേ. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നില്ല. ചില ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വർഗങ്ങളുടെ തുക ചോദിക്കാറുണ്ട്. വർഗങ്ങളുടെ തുക, വർഗങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ തുക ചോദിക്കാറുണ്ട്. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു ഇക്വേഷനാണ് പഠിക്കാറ്, n × n+1, n × n+1, 2n+1, n × n+1, 2n+1 ഡിവൈഡഡ് ബൈ 6 എന്നാണ് നമ്മൾ പഠിക്കാറ്. ഓക്കെ അല്ലേ? ഇവിടെ പറഞ്ഞത് ഇതുവരെ ഇതൊക്കെ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് റെയർ ആണ്. അപ്പൊ ഓർക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വർഗങ്ങളുടെ തുക എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ n × n+1 × 2n+1/6. ഒന്നുകൂടെ n × n+1 × 2n+1/6. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ചോദിക്കും, ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ്. വർഗങ്ങളുടെ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? ശരാശരി കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പോ നമ്മളിവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, നോക്കിക്കൊള്ളണം,
ഈ പുറത്തുള്ള എണ്ണിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പൊ എന്തോ കിട്ടും, n+1 ഇൻറ്റു 2n+1 ബൈ എന്ത് കൊടുക്കുക, 6 കൊടുക്കുക. ഓക്കെ, ഇത്ര ഒന്ന് പെട്ടെന്നൊന്ന് കുറിച്ചേ. ദെൻ വീണ്ടും അടുത്തതിലോട്ട് പോവാം. ഇവിടെ നമ്മളിപ്പോ തുകയായി, ശരാശരിയായി, വർഗങ്ങളുടെ തുകയായി, അതിന്റെ എന്തുമായി, ആവറേജുമായി. ക്ലിയർ അല്ലേ? ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് എന്താണ്, ക്യൂബുകളുടെ തുക ചോദിക്കാറുണ്ട്. ക്യൂബുകളുടെ തുക. ഓക്കെ, ക്യൂബ് ഒരു ഡിഗ്രി തല പരീക്ഷകൾക്കൊക്കെയാണ് സാധാരണ എന്ത് ചോദിക്കാറ്, ക്യൂബുകളുടെ തുക. നമ്മുടെയൊക്കെ എക്സാമിന് നമ്മൾ പോകുമ്പോൾ ഇതൊന്ന് ഫോക്കസ് ചെയ്തോളണം, ക്യൂബുകളുടെ തുക. ഓക്കെ, ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ പവർ എന്തായിരിക്കും, 3 ആയിരിക്കും അതിന്റെ പവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാൽ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം n+1/2. ഇതെന്താണ്, തുക കണ്ടുപിടിക്കുന്ന സൂത്രവാക്യമാണിത്. ഇതിന്റെ തന്നെ സ്ക്വയർ എടുത്താൽ മതിയാകും. നമുക്ക് എന്ത് കിട്ടും, ക്യൂബുകളുടെ തുക നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ അല്ലേ? പറഞ്ഞത് ഇങ്ങനെയാണ്, ക്യൂബുകളുടെ തുക കാണുക എന്നതാണ് ചോദ്യം. അപ്പൊ n+1/2 കൊടുക്കുക, ഇതിന്റെ തന്നെ എന്തെടുക്കുക, സ്ക്വയർ എടുക്കുക. നമുക്ക് എന്തായിക്കോളൂ, ക്യൂബുകളുടെ തുകയായിട്ട് മാറും. ഓക്കെ അല്ലേ? എന്നാൽ അടുത്തൊരു വ്യത്യസ്തമായ ഒരു കാര്യം പറയുന്നത്, ഇതിന്റെ ആവറേജ് കാണാൻ പറയുമ്പോൾ, ശരാശരി കാണാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ ഇതുവരെ പറഞ്ഞു പുറത്തുള്ള എണ്ണിനെ ഒഴിവാക്കുക. ഇവിടെ നമുക്ക് പുറത്തൊരു എണ്ണിനെ പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നോക്കിയേ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ആൻസറിലോട്ട് വരാം. n-ന്റെ സ്ക്വയർ നമുക്ക് എന്തോ പറയാം, n². n+1 സ്ക്വയറിന് നമുക്ക് അതുപോലെ എഴുതാം, n+1 അതുപോലെ എഴുതി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ എന്താണ്, 4. ക്ലിയർ അല്ലേ? ഇനി പഴയതുപോലെ ചെയ്യാം, പുറത്തുള്ള ഒരെണ്ണിനെ കളയുക. പുറത്തുള്ള ഒരെണ്ണിനെ കളയുക എന്ന് വെച്ച് ഈ എണ്ണിനെ കളഞ്ഞു കളയരുത്, എന്നാൽ ശരിയാവില്ല. ഒരെണ്ണിനെ കളയാനാ പറഞ്ഞ്, പകരം നമുക്ക് ആരെ കളഞ്ഞാൽ മതി, ഈ സ്ക്വയറിനെ അങ്ങെടുത്ത് മാറ്റിക്കൊണ്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ n² എന്ന് വെച്ചാൽ n എന്നാണ് നമ്മൾ പറയാറ്. അതിൽ ഒരെണ്ണിനെ കളയുക എന്താണ് ലോജിക്ക്. ഒരെണ്ണിനെ കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടി, അതിന്റെ ആവറേജും കിട്ടി. ഓക്കെ ആകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 6 എണ്ണൽ സംഖ്യയുമായി ബന്ധപ്പെട്ട് ഒരു 6 കാര്യം. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യക്ക് നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് നാച്ചുറൽ നമ്പർ എന്നാണ്. അതിന് മലയാളത്തിൽ വേറെയും പേര് പറയാറുണ്ട്. ചില എന്താ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നിസർഗ സംഖ്യ എന്ന് ചോദിക്കാറുണ്ട്. നിസർഗ സംഖ്യ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എണ്ണൽ സംഖ്യയാണ്. ഇവിടുന്ന് ഒരു 6 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. 6 ടൈപ്പായിട്ട് 6 ടൈപ്പിന്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് നിങ്ങൾക്ക് തന്നത്. ഒന്ന്, എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന സൂത്രവാക്യം എന്താണ്, n+1/2. രണ്ടാമത് ശരാശരി കാണാൻ പുറത്തുള്ള എണ്ണിനെ അങ്ങ് ഒഴിവാക്കുക. രണ്ടാമത് വർഗങ്ങളുടെ തുക n+1 × 2n+1/6 എന്ന് പറഞ്ഞു. പുറത്തുള്ള എണ്ണിനെ ഒഴിവാക്കിയാൽ മതി, അത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യൂബുകളുടെ തുക പറഞ്ഞു. നമുക്കിവിടെ പുറത്തുള്ള ഒരാളിനെ ഒഴിവാക്കാൻ പറ്റില്ല, പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുള്ള എണ്ണിനെ ഒഴിവാക്കാം. നമുക്കിത് കിട്ടും. ഓക്കെ അല്ലേ? നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്ത് ചെയ്തിട്ട് പോകാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയേ, ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? ഒന്ന് ചെയ്തേ, ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? ആൻസർ കിട്ടിയവര് മെൻഷൻ ചെയ്തേ. ഓക്കെ ഓക്കെ, 36 കിട്ടി. വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും അറിയാനുള്ള പുതുമയൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രശ്നമാക്കണ്ട. അടുത്തതിലോട്ട് പോവാം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ഒന്ന് പെട്ടെന്ന് ചെയ്തേ. നമുക്കറിയാം, ശരാശരി കാണാൻ ഒരു എണ്ണിനങ്ങ് കളഞ്ഞാൽ മതി. നമ്മുടെ ആൻസർ 11/2 ആവും. എന്തായിരിക്കും ആൻസർ? 5.5. അതും വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടില്ല. ദെൻ വീണ്ടും അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. നമുക്ക് ബോർഡിലോട്ട് നോക്കിയേ.
ഒന്നിന്റെ സ്ക്വയർ പ്ലസ് രണ്ടിന്റെ സ്ക്വയർ പ്ലസ് മൂന്നിന്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 15ന്റെ സ്ക്വയർ. ഒന്ന് കണ്ടുപിടിച്ചേ, ആൻസർ കണ്ടുപിടിച്ചേ. ഓക്കെ, കിട്ടിയ ഒരു ആൻസർ പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ, 1240. ക്ലിയർ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളണേ. നോക്കിയേ, n+1 × 2n+1/6 ആണ് പറയുന്നത്. ഇവിടെ n ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? 15 എടുക്കാം. 15 × 15 + 1 16 ആണ്. ഇൻറ്റു 2 × 15 30 ആണ്. 30 + 1 31 ആണ്. ഡിവൈഡഡ് ബൈ 6. നമുക്കിതിനെ വെട്ടി ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. വെട്ടി ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 6നെ 3 കൊണ്ട് വെട്ടിയാൽ 2, അതേ 3 കൊണ്ട് 15നെ വെട്ടിയാൽ 5, 2 കൊണ്ട് 16നെ വെട്ടിയാൽ 8. ഇനി ഇവിടെ നിലവിൽ അവശേഷിക്കുന്ന ആരൊക്കെയാ? 5 × 8 40, ഒരു 31 അല്ലെ. നമുക്ക് എഴുതി ഗുണിക്കാതെ തന്നെ ചെയ്യാം. നമുക്ക് ഈ 4 കൊണ്ട് 1നെ ഗുണിച്ചാൽ 4 എന്നും 4 3 12 എന്നും എഴുതാം. ഒരു 0 കൂടെ കൊടുത്താൽ മതി. നമ്മുടെ ആൻസർ 1240. ക്ലിയർ അല്ലേ? വീണ്ടും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എഴുതിയേ. ആദ്യത്തെ 7 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എന്ത്? ആദ്യത്തെ 7 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എന്ത്? ചെയ്തു നോക്കിയേ. ഓക്കെ, 20 കിട്ടി. ഓക്കെ. നോക്കിയേ, n+1 × 2n+1/6 എന്നാണ് നമ്മൾ കൊടുത്തത്. n ഇവിടെ 7 ആണ്. 7 + 1 8, 2 × 7 14 + 1 15/6. ഞാൻ 2നെയും 3 കൊണ്ട് വെട്ടിയപ്പോൾ 2 എന്നും 5 എന്നും കിട്ടി. 2 കൊണ്ട് 8നെ വെട്ടിയപ്പോൾ 4 എന്ന് കിട്ടി. 4 5 20. ഓക്കെ ആണോ? ഓക്കെ, അടുത്തൊരു ചോദ്യം എഴുതാം. തുടർച്ചയായ 10 എണ്ണൽ സംഖ്യകളുടെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ത്? തുടർച്ചയായ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ത്? നമുക്കറിയാം, n × n+1/2 ദ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നിന്റെ അവിടെ 10 കൊടുത്താൽ മതി. 10 × 10 + 1 എന്ന് പറയുന്നത് എത്രയാ? 11 ആണ്. ബൈ 2. 2 കൊണ്ട് 10നെ വെട്ടി എന്തോ കിട്ടും? 5 എന്ന് കിട്ടും. 5 × 11 55 ആണ്. 55ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാ? 3025. ഓക്കെ ആണോ? ദെൻ ഇവിടെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ ഈ ആൻസർ അങ്ങ് ചെയ്തു വെച്ചേ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുമെന്ന് പലർക്കും അറിയാമായിരിക്കും. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതെങ്ങനെ കിട്ടിയെന്ന്. നമുക്ക് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാനായിട്ടൊരു ഈസി മെത്തേഡ് ഉണ്ട്. നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. 15ന്റെ സ്ക്വയർ എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്യാം. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഇവിടെ കിടക്കുന്ന നമ്പർ 1 അല്ലയോ? 1ന്റെ അടുത്ത നമ്പർ, ഈ സീരീസിൽ 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്? 2 ആണ്. 1 × 2 എത്രയാ? 2. അങ്ങനെയാ 225 കിട്ടിയേ. ദെൻ വീണ്ടും 25ന്റെ സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. 5ന്റെ സ്ക്വയർ 25. ഇവിടെ 2 അല്ലയോ?
2 കഴിഞ്ഞ പിന്നെ അടുത്ത നമ്പർ 3 ആയിരിക്കണ്ടേ? 2 ഗുണം 3 എന്താണ്? 6. ഓക്കെ. അപ്പൊ 35ന്റെ സ്ക്വയർ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. 35ന്റെ സ്ക്വയർ പറഞ്ഞേ. കിട്ടിയോ? ഓക്കെ, 1225. ഓക്കെ ഓക്കെ, ഗുഡ്. ആശയം മനസ്സിലായല്ലോ. അങ്ങനെ ഞാൻ ഇതും ചെയ്തേ. 5ന്റെ സ്ക്വയർ 25. 5 കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഏതാ? 6 ആണ്. 5 6 എത്രയാ? 30. നമുക്ക് എന്തോ പറയാം? 3025 എന്ന് പറയാം. ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തത കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരാൾ ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ഓക്കെ. ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കാണാം. അപ്പോ 15 നമുക്ക് അത് ആദ്യം എടുക്കണം. 5ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, 25. 15ന്റെ സ്ക്വയറും എല്ലാവർക്കും അറിയാം. അത് കിട്ടുന്ന രീതിയിലോട്ടാ പറയാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ 5ന്റെ സ്ക്വയർ അറിയുക. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ക്ലിയർ അല്ലേ? ഇനി ഈ നമ്പർ 1 അല്ലേ? 1 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന നമ്പർ ഏതാ? 2. അപ്പൊ 1 ഗുണം 2 എത്രയാ? 2. ക്ലിയർ അല്ലേ? ദെൻ വീണ്ടും അടുത്തതിലൂടെ വരാം. 25ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഇവിടെ 2 അല്ലേ? 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 3. 2 ഗുണം 3 എന്ന് പറയുന്നത് എത്രയാ? 6. ഓക്കെ ആണോ? ദെൻ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. 35ന്റെ സ്ക്വയർ പറഞ്ഞേ. 5ന്റെ സ്ക്വയർ 25. 3 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാ? 4. 3 4 എത്രയാ? 12. 1225. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോ എത്രയാ? 55ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25. 6 5 എത്രയാ? 30. 3025. ആ സംശയം ഉണ്ടായിരുന്ന ആളിന്നത് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ വീണ്ടും അടുത്തതിലോട്ട് പോവുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക? ചോദിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. ദെൻ വീണ്ടും അടുത്തതിലോട്ട് വരാം. എഴുതിയേ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എന്ത്? ക്യൂബാണ്, ഓർത്തോളണം. നമുക്കറിയാം n+1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. നമുക്ക് വേണ്ടത് 5 ആണ്. ചെയ്ത് നോക്കിയേ. 5 × 5 + 1 6ന്റെ സ്ക്വയർ 36 ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ട് 36നെ വെട്ടിയാല് 9. 9 5 45. നോക്കി എല്ലാവരും ചെയ്ത് നോക്കണം. 45 കിട്ടുന്നുണ്ടോന്ന്. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ദെൻ വീണ്ടും നമുക്ക് അടുത്തിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ വളരെ വിലപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എണ്ണൽ സംഖ്യയുമായി ബന്ധപ്പെട്ട 6 നിയമങ്ങൾ അല്ലെങ്കിൽ 6 സൂത്രവാക്യങ്ങളാണ് നമ്മൾ പഠിച്ച്. അത് നിങ്ങൾ മറന്നു പോകരുത്. നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കിക്കോളണം. നല്ലപോലെ റിവൈസ് ചെയ്ത് വെച്ചോളണം. വീണ്ടും അടുത്തൊരു കാറ്റഗറിയിലോട്ട് പോവാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റ സംഖ്യയെ പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ഓർത്താൽ മതിയാവും. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ വർഗത്തിനെ പറ്റിയും ക്യൂബിനെ പറ്റിയും ഒന്നും പഠിക്കണ്ട. 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ നേരത്തെ സംസാരിച്ചു. n² ആണ് എങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? n എടുത്താൽ മതി. നേരത്തെ പറഞ്ഞു n² എന്ന് പറയുമ്പോൾ n × n ആണ്. പുറത്തുള്ള ഒരു n-നെ എന്ത് ചെയ്താൽ മതി? ഒഴിവാക്കിയാൽ മതി. എന്തായിക്കോളും? അത് ശരാശരി ആയിട്ട് മാറും. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. നിങ്ങൾ ഈ ഒറ്റസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. വർഗത്തിനെ പറ്റിയോ ക്യൂബിനെ പറ്റിയോ ഒന്നും എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ദെൻ അടുത്ത് പഠിക്കേണ്ടത് ഇരട്ട സംഖ്യയെ പറ്റിയാണ്.
ഇരട്ട സംഖ്യയുമായി ബന്ധപ്പെട്ടും 2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇരട്ട സംഖ്യകളുടെ തുക ചോദിക്കാറുണ്ട്. n+1 എന്ന് പഠിച്ചാൽ മതി. n+n+1 ആണ് തുക എന്ന് പറയുന്നത്. എന്നാൽ ശരാശരി ആണെങ്കിൽ, ആവറേജ് ആണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പുറത്തുള്ള n ഒഴിവാക്കുക. എന്താണ് ആൻസർ? n+1 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ, ഒറ്റസംഖ്യ, ഇരട്ട സംഖ്യ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കണം. ദെൻ അഖണ്ഡ സംഖ്യ. മറന്നു പോകരുത്, അഖണ്ഡ സംഖ്യ. അഖണ്ഡ സംഖ്യക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഓൾ നമ്പേഴ്സ് എന്നാണ്. ഓൾ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. 0 നിന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് വിളിക്കാറ്? അഖണ്ഡ സംഖ്യ എന്ന് വിളിക്കാറ്. 0, 1, 2, 3 എന്നിങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തോ പറയാം? അഖണ്ഡ സംഖ്യ എന്ന് പറയാം. അതേസമയം 1, 2, 3, 4 ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്തോ പറയാം? എണ്ണൽ സംഖ്യ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അഖണ്ഡ സംഖ്യയാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനായിട്ട് n×n-1/2 എന്നാണ്. n×n-1/2 എന്നാണ്. മറന്നു പോകരുത്, n×n-1/2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ അഖണ്ഡ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ, അഖണ്ഡ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് മതി? പുറത്തുള്ള n ഒഴിവാക്കിയാൽ മതി. എന്താണ് ആൻസർ? n/n-1/2. n-1/2. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണം, മനസ്സിലാക്കി പഠിക്കണം. എന്നോടൊപ്പം പറഞ്ഞു പഠിച്ചാലും മതി. ഒറ്റസംഖ്യ തുക n², ആവറേജ് എന്താണ്? n ആണ്. ദെൻ ഇരട്ട സംഖ്യ തുക n×n+1, ആവറേജ് n+1 ആണ്. അഖണ്ഡ സംഖ്യ n×n-1/2 ആണ്. എന്നാൽ ശരാശരി അല്ലെങ്കിൽ ആവറേജ് n-1/2 ആണ്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ വീണ്ടും നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. ദെൻ ഇത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു മനസ്സിലാകുന്നു. ദെൻ അടുത്തിലോട്ട് പോവാം. ഇനി ഇവിടെ പറയുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന 2 കാര്യങ്ങളും കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു n² എന്ന് സൂചിപ്പിച്ചു. തൊട്ട് മുന്നേ ഞാൻ വേറൊരെണ്ണം സൂചിപ്പിച്ചു, n×n-1/2 എന്നും സൂചിപ്പിച്ചു. ഓക്കെ, ഈ 2 സൂത്രവാക്യങ്ങളും നിങ്ങൾക്ക് അറിയാം. ഇത് അഖണ്ഡ സംഖ്യകളുടെ തുകയാണ്, ഇത് ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് വേറെ എവിടെയോ ഒരിടത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതെവിടെ എന്നാണ് പറയാൻ പോകുന്നത്. നമുക്കൊരു ചോദ്യം എഴുതാമോ? എഴുതിയേ. ഒരു ഗ്രൂപ്പിൽ 10 അംഗങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പിൽ 10 അംഗങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പിൽ 10 അംഗങ്ങളുണ്ട്. അവർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ, അവർ പരസ്പരം ഹസ്തദാനം, ഷേക്ക് ഹാൻഡ് എന്ന് പറയും, ഹസ്തദാനം ചെയ്താൽ ആകെ ഉണ്ടാകുന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? ആകെ ഉണ്ടാകുന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രവാക്യമാണ് n×n-1/2. ഓക്കെ, മുൻകാലങ്ങളിലൊക്കെ ചോദിക്കുക. ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് ഈ ചോദ്യം കാണുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദ്യം കാണുമായിരുന്നു. ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് ഈ ചോദ്യം കാണുന്നില്ല. എങ്കിലും ഓർത്ത് വെച്ച് പഠിക്കുക. n×n-1/2 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഹസ്തദാനമാണ് എന്ന് വെച്ചാല് 10×10-1 എന്ന് പറയുന്നത് എത്രയാ? 9/2. നമ്മുടെ ആൻസർ എന്തോ വരും? 45 എന്ന് വരും. ഓക്കെ അല്ലേ? ആരെ കമന്റ് ചെയ്യുന്നുണ്ട്? 45 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോ ഓർക്കുക, n×n-1/2 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഹസ്തദാനമാണ്. ഓക്കെ അല്ലേ? എന്നാല് നമുക്ക് വീണ്ടും ഞാൻ ഒരു സൂത്രവാക്യം അപ്പുറത്ത് എഴുതി. എന്താണത്? ഒരു n² എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതിനെ പറ്റിയാ പറയാൻ പോണേ. ഓക്കെ, ഇപ്പൊ n² എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിന് ഞാൻ നിങ്ങളൊരു SCERT കൊണ്ടുപോകാൻ പോകും, പാഠപുസ്തകത്തിലോട്ടൊന്ന് കൊണ്ടുപോകാൻ പോകും. നമുക്കറിയാം, നമുക്ക് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അറിയാൻ പറ്റും. കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്, അല്ലെ? SCERT, NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് പാഠപുസ്തകത്തിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 10ാം ക്ലാസ്സിന്റെ ഒരു പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ സപ്പോസ് നമുക്കൊരു പേര് പറയാം, മീര ഒരു കടയിൽ നിന്ന് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളറുള്ള ഒരു മാല വാങ്ങി എന്ന് പറയാം. എന്തോ വാങ്ങിച്ചു? മാല വാങ്ങിച്ചു. ഇതേ കളറുള്ള എന്തും വാങ്ങി? കമ്മലും വാങ്ങി എന്ന് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. നിങ്ങൾ
ആ 10ാം ക്ലാസ്സിന്റെ 3ാമത്തെ ചാപ്റ്റർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്താ സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, മീര ഇത് എത്ര രീതിയിൽ അണിയും എന്നാണ് ചോദ്യം. ഓക്കെ, എത്ര രീതിയിൽ അണിയും എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ നോക്കിയേ മീര 1ാമത്തെ ദിവസം റെഡ് മാലയും റെഡ് കമ്മലും ധരിച്ചു. 2ാമത്തെ ദിവസം റെഡ് മാലയും ഗ്രീൻ കമ്മലും ധരിച്ചു. 3ാമത്തെ ദിവസം റെഡ് മാലയും ബ്ലൂ കമ്മലും ധരിച്ചു. എന്ന് വെച്ചാല് 3 പോസിബിലിറ്റി ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് നോക്കിയ വീണ്ടും ഇത് ഗ്രീൻ അല്ലേ? പിറ്റേ ദിവസമായപ്പോൾ എന്ത് ചെയ്തു? ഗ്രീനും റെഡും ഇട്ടു. അടുത്ത ദിവസം ഗ്രീനും ഇട്ടു. അടുത്ത ദിവസം ഗ്രീനും ബ്ലൂവും ഇട്ടു. ഓക്കെ അല്ലേ? അങ്ങനെ വന്നപ്പോൾ എത്ര പോസിബിലിറ്റി ആയി? 3 പോസിബിലിറ്റി ആയി. വീണ്ടും നോക്കിയേ, ഈ ബി നോക്കാം, ബ്ലൂവും റെഡും ബ്ലൂവും ഗ്രീനും ബ്ലൂവും ബ്ലൂ. അങ്ങനെ നോക്കിയപ്പോഴും 3 എണ്ണമായി അല്ലെ? അപ്പൊ മൊത്തം എത്ര രീതികൾ ധരിച്ചു എന്ന് ചോദിച്ചാൽ എത്ര രീതി? ആൻസർ 9 എന്നാണ്. ക്ലിയർ അല്ലേ? ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പൊ മീര എത്ര രീതികൾ ധരിച്ചു എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? ഓക്കെ, ആൻസർ 9 ആണ്, അല്ലെങ്കിൽ 9 രീതിയിൽ എന്ത് ചെയ്തു? ധരിച്ചു എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ തന്നെ ഞാൻ ഇച്ചിരി ഒന്ന് മാറ്റാൻ പോയാ, ഒരല്പം ഒരു മാറ്റം വരുത്താൻ പോയാ, ഞാൻ ഇതിനേക്ക് ഒന്ന് റൈസ് ചെയ്തു. നേരെ നമുക്ക് അടുത്ത് ഞാൻ ഈ റെഡ് ഗ്രീന് ബ്ലൂവിനെയൊക്കെ അങ്ങ് മാറ്റി കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഈ മാലയൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് എന്താണ്? ഗ്രൂപ്പ് 1, ഇതെന്താണ്? ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞു. ക്ലിയർ? ഇത് 6നെ നമുക്ക് രവി എന്നും ഇതിനെ നമുക്ക് എന്തു ആക്കാം? രാജു എന്നും ആക്കാം. ഇതിനെ നമുക്ക് ഗോപി എന്നും ഇതിനെ നമുക്ക് എന്താക്കാം? ഗിരി എന്നും ആക്കാം. ഇതിനെ നമുക്ക് ബാബു എന്നും ഇതിനെ നമുക്ക് ബാലു എന്നും ആക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, ഈ 2 ഗ്രൂപ്പിലെ ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, 2 ഗ്രൂപ്പിലെ ആളുകളും പരസ്പരം ഹസ്തദാനം ചെയ്താൽ എന്നാണെങ്കിൽ നോക്കിയേ, പഴയതുപോലെ തന്നെ സംഭവിക്കും അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9. ആൻസർ എന്തായിട്ട് മാറി? 9. ക്ലിയർ അല്ലേ? അതുകൊണ്ട് 2 ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? n² ഉപയോഗിക്കാം. പറഞ്ഞ ആശയം മനസ്സിലായോ? ഓക്കെ, ഒരു ഗ്രൂപ്പിലാണ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നേരത്തെ പറഞ്ഞതുപോലെ n(n-1/2) ഉപയോഗിക്കാം. എന്നാൽ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു എന്നാണെങ്കിൽ നോക്കണം, ഒരു ഗ്രൂപ്പ് എന്നാണെങ്കിൽ n(n-1/2) എന്നാണ്. എന്നാൽ 2 ഗ്രൂപ്പിലെ ആളുകൾ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? n² എന്ന് ഉപയോഗിക്കാം. എല്ലാവർക്കും ഓക്കെ അല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യം? ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് അടുത്തിലോട്ട് വരാം. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ആവശ്യമുള്ളതൊക്കെ ഒന്ന് കുറിച്ചോളണം കേട്ടോ. ദെൻ നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയേ, ഒരു വോളിബോൾ ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഉണ്ടാകുന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? എത്രയാ? 21 ആണോ? ഒന്നുകൂടെ നോക്കി പറഞ്ഞേ. ഒരു ടീമാണ് കേട്ടോ. ശരി, ഒരു ടീമാണ് കേട്ടോ. ഫസ്റ്റ് ആയിരിക്കും. നോക്കാം ചെയ്ത് നോക്കാം നമുക്ക്. ഒരു ടീമാണ്, 2 ടീമല്ല. 2 ടീമാണെങ്കിൽ നമുക്ക് n² കൊടുക്കാൻ പറ്റൂ. ഇത് ഒരു ടീമാണ്. ഒരു ടീമിലാണെങ്കിൽ ഏതാ സൂത്രവാക്യം നിങ്ങൾക്ക് അറിയാം? ഏതാ? n(n-1/2) എന്നാണ് അല്ലെ? n-ന്റെ അവിടെ നമ്മൾ എന്തോ കൊടുക്കും? 10 കൊടുക്കും. 10 × 10 - 1 എത്രയാ? 9/2. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം? അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് എന്താ പറയുക, നമ്മള് 10 ആണോ പറഞ്ഞത്? വോളിബോൾ ടീം എന്നാണോ പറഞ്ഞത്? അതോ ഒരു ഗ്രൂപ്പിലെ 10 എന്നാണോ? എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാനേ.
ഓക്കെ ഓക്കെ. വോളിബോൾ ടീം എന്നാണെങ്കിൽ നമ്മുടെ ആൻസർ അങ്ങനെയല്ല വരേണ്ടത്. വോളിബോൾ ടീമിൽ എത്ര പേരുണ്ടെന്ന് നമ്മൾ അറിയണം. എത്ര പേരാ ഉള്ളേ? 6 പേരാ ഉള്ളേ. ആണോ? ഓക്കെ അല്ലേ? 10 നല്ല ചോദ്യം. 6 എന്നാ വോളിബോൾ ടീം എന്നാ. വോളിബോൾ ടീം എന്നാണെങ്കിൽ 6 പേരാ ഉള്ളത്. 2 ചോദ്യത്തിൽ പറ്റിയ മിസ്റ്റേക്ക് കേട്ടോ. അപ്പോൾ 6 എന്നാ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കണം നമ്മൾ ഒരു ടീമിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. എങ്കിൽ നമ്മുടെ ആൻസർ മാറി വരും കേട്ടോ. നമ്മൾ എങ്ങനെ എഴുതും? ഒരു ടീമാണ്. 2 ഇക്വേഷൻ നമ്മൾ പഠിച്ച്, ഒരു ഇക്വേഷൻ n² എന്നാണ്, ഒരു ഇക്വേഷൻ എങ്ങനെ പഠിച്ചേ? n-n-1/2 എന്നാണ്. n² എന്ന് കൊടുക്കണമെങ്കിൽ നമ്മുടെ ചോദ്യം നോക്കണം. എന്താണ് n²? പറഞ്ഞേ, ആരെങ്കിലും മെൻഷൻ ചെയ്ത് എന്താണ് n² എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു, ഓർമ്മയുണ്ടോ? രണ്ട് ഗ്രൂപ്പിൽ എന്നാ പറഞ്ഞേ. അതെ, 2 ഗ്രൂപ്പ് എന്നാ പറഞ്ഞത്. അപ്പൊ n² നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ എന്താ? ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാലാണ് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്? 6 ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഒരു വോളിബോൾ ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടേ? ഓക്കെ, 6 × 6 - 1 5/2. ക്ലിയർ അല്ലേ? 2 കൊണ്ട് 6നെ വെട്ടി എന്തോ കിട്ടും? 3. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തോ വരണം? 15 എന്ന് വരണ്ടേ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഗുഡ്. ദെൻ അപ്പോൾ മാറിപ്പോവരുത്. ഞാൻ ക്വസ്റ്റ്യൻ 10 എന്ന് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ആൻസർ ചെയ്തേ. നോക്കുക, ആൻസർ 6 നമ്മൾ ചെയ്യുന്നത്. വോളിബോൾ ടീമിലുള്ള ആളുകളുടെ എണ്ണം എത്രയാ? 6 ആണ് കേട്ടോ. അതുപോലെ ചോദിക്കാറുണ്ട്, കബഡി ടീമിലെ അംഗങ്ങളെ പറ്റിയും ചോദിക്കാറുണ്ട്. കബഡി ടീമിൽ വരുമ്പോൾ എത്രയാ വരേണ്ടത്? 7 ആണ് വരേണ്ടത്. കബഡി ടീമിൽ എത്ര പേരുണ്ട്? 7 പേരുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോളണം, മറന്നു പോകരുത് കേട്ടോ. ദെൻ വീണ്ടും ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു പരീക്ഷ കേട്ടോ, ഒരു 2-3 2-3 ആഴ്ച ആയിട്ടില്ല, ഒരാഴ്ച എങ്ങാണ്ടേ ആയിട്ടുള്ള ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അഭാജ്യ സംഖ്യയെ പറ്റിയാണ് ആ പ്രസ്താവന വന്നിരിക്കുന്നത്. അഭാജ്യ സംഖ്യ. നിങ്ങൾക്ക് അഭാജ്യ സംഖ്യയെ പറ്റിയാ പറഞ്ഞുതരാൻ പോകുന്നത്. അഭാജ്യ സംഖ്യയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് പ്രൈം നമ്പർ എന്നാണ്. ഓക്കെ, പ്രൈം നമ്പർ അല്ലെങ്കിൽ എന്താണ്? അഭാജ്യ സംഖ്യ. ഓക്കെ, അഭാജ്യ സംഖ്യയുമായി ബന്ധപ്പെട്ട് ഒരു 3-4 കോൺസെപ്റ്റ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അതിലെ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് അഭാജ്യ സംഖ്യ? എന്താണ് അഭാജ്യ സംഖ്യ? പരീക്ഷയ്ക്ക് ഇനിയുള്ള പരീക്ഷകൾക്കെല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മീനിങ് ഒക്കെ നല്ലവണ്ണം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അഭാജ്യ സംഖ്യ എന്താണ്? ഓക്കെ, എല്ലാവരും പറയുന്ന ഒരു മീനിങ് ആണ് എന്താണ്? ഒന്നും ആ സംഖ്യയും എന്നൊക്കെ പറയുന്ന മീനിങ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കേണ്ട, പകരം നമുക്ക് ശരിയായ രീതിയിൽ പഠിക്കാം. ഒരു സംഖ്യയ്ക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സംഖ്യയ്ക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സംഖ്യകളെ നമുക്ക് എന്തോ വിളിക്കാം? അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. മാറിപ്പോവരുത്. ഒരു സംഖ്യയ്ക്ക് 2 ഘടകം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ദെൻ വീണ്ടും അടുത്ത നോട്ടിലോട്ട് വരാം നമുക്ക്. അപ്പോൾ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലായി. അടുത്ത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞ എത്രയാ? 2 ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ ഏതാ? 3, 5, 7, 9 പറയത്തില്ല. നേരെ എങ്ങോട്ട് പറയും? 11 പറയും. കാരണം 9നെയൊക്കെ നോക്കിയാൽ നമുക്ക് 3 കൊണ്ടും 9 കൊണ്ടും 1 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങൾ അവിടെ വരും. നമുക്ക് ആവശ്യം 2 ഘടകമേ മാത്രമേ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ 2, 3, 5, 7, 11, 13, 17, 19 ഇങ്ങനെ നമ്മൾ ഈ ആൻസർ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: അഭാജ്യ സംഖ്യ 2 ഘടകങ്ങൾ മാത്രം ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യ. ദെൻ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എത്രയാണ്? 2 ആണ്. ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് ഇതിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഇങ്ങനെ പഠിക്കാം: 1നും 100നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇത് ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, മറന്നു പോകരുത്. 1നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 25 അഭാജ്യ സംഖ്യകളുണ്ട്. സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ ആൻസർ ഉണ്ടായിരുന്നു.
26 എന്നൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ മറന്നു പോകരുത്. ആൻസർ എന്താണ് അവിടെ? 25 ഒന്നിനും 100നും ഇടയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 25 ഓക്കെ അല്ലേ? ദെൻ രണ്ടാമതായിട്ട് പിന്നെയും പറയുന്നുണ്ട്, 1നും 50നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 15 എത്രയാണ്? 15 അതുപോലെ നോക്കിയേ, വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്, 50നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ 10 ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, നോക്കിയേ, 90നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരെണ്ണമാണ്. ആൾ ആരാണെന്ന് ചോദിച്ചാൽ 97. ക്ലിയർ അല്ലേ? അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭാജ്യ സംഖ്യ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാറ്? അഭാജ്യ സംഖ്യകൾ എന്ന് പറയാറ്. ഏറ്റവും ചെറുത് 2 ഓക്കെ. പിന്നെ പറഞ്ഞു 1നും 100നും ഇടയ്ക്കാണെങ്കിൽ എത്ര? 25. 1നും 50നും ഇടയ്ക്കാണെങ്കിൽ 15. 50നും 100നും ഇടയ്ക്കാണെങ്കിൽ 10. 90നും 100നും ഇടയ്ക്കാണെങ്കിൽ 1 97. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ ഒരു ചോദ്യം എഴുതിയേ. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എന്ത്? പറഞ്ഞേ നോക്കാം. ഓക്കെ, 28 വന്നു. നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് സൂത്രവാക്യമൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. സൂത്രവാക്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പുകളൊന്നും എന്തല്ല, കറക്റ്റ് അല്ല. നോക്കിയേ, ഇവിടുത്തെ ഗ്യാപ്പ് 1 അല്ലേ? ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാ? 2. ഇവിടുത്തെ ഗ്യാപ്പും 2. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഗ്യാപ്പ് എന്തായി മാറി? 4 അല്ലെ? ഇന്റർവെൽസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റൂ? നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം ആദ്യത്തെ 5 കൂടെ അങ്ങ് എഴുതുക, കൂട്ടിയെടുത്താൽ മതി. 3 × 2 5, 5 × 5 10, 10 10 20 21 28 എന്ന് കിട്ടി. പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. എല്ലാവരും കമന്റ് ഒക്കെ ചെയ്തു. ഓക്കെ, ദെൻ അടുത്തതിലോട്ട് പോകാം. നമുക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം, പാഠ്യസംഖ്യ കൂടെ പഠിച്ചിട്ട് പോകാം. പാഠ്യസംഖ്യ, അഭാജ്യസംഖ്യ അല്ല, പാഠ്യസംഖ്യ. നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് കോമ്പോസൈറ്റ് നമ്പർ എന്നാണ് പറയുന്നത്. കോമ്പോസൈറ്റ് നമ്പർ എന്നാണ് പറയുന്നത് പാഠ്യസംഖ്യ. ഓക്കെ, ഏറ്റവും ചെറിയ പാഠ്യസംഖ്യ എന്ന് പറയുന്നത് എത്രയാ? 4. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ നമുക്ക് എന്തോ പറയാം? പാഠ്യം എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഏതാ ആൻസർ വരുന്നേ? 4. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വീണ്ടും പറയാറുണ്ട്, ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള പാഠ്യസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ? 9. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള പാഠ്യസംഖ്യ എന്ന് പറയുന്നത് എന്താണത്? 9. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ ഇവിടെ വേറെ വലിയ പ്രത്യേകതകളൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ദെൻ വീണ്ടും വേറൊരു ചോദ്യത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. എല്ലാവരും എഴുതിയേ. 12.345. 12.345. ഇതിൽ 3ന്റെ സ്ഥാനം എന്ത്? ഇതിൽ 3ന്റെ സ്ഥാനം എന്ത്? ഒന്ന് ചെയ്തു നോക്കിയേ. ഓക്കെ, ഒരാൾ കമന്റ് ചെയ്തു 1/10 എന്ന് കമന്റ് ചെയ്തു. ഓക്കെ, ശരി, നോക്കാം.
ഇവിടെ സ്ഥാനമാണ് ചോദിച്ചത്. പോയിന്റ് കഴിഞ്ഞ് സ്ഥാനം ചോദിച്ചാൽ ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് 1/10. ഓക്കെ, രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് 1/100. മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് 1/1000. നല്ല ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കണം. ആദ്യത്തെ സ്ഥാനം എന്താണ്? 1/10 ആണ്. ഇവിടെയാണെങ്കിൽ 1/100 ആണ്. ഇവിടെ 1/1000 ആണ്. ഓക്കെ, ഇനി പോയിന്റിന് ഇപ്പുറത്തോട്ടാണെങ്കിലോ നമ്മൾ ഇതിനെന്തോ വിളിക്കും? ഒറ്റ എന്ന് വിളിക്കും. ഇതിനെന്തോ വിളിക്കും? 10 എന്ന് വിളിക്കും. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഒരു 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 ബേസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്കറിയാം, ഒന്നിന്റെ കൂടെ ഒരു 0 ചേർത്താൽ നമ്മൾ അതിനെ എന്തോ വിളിക്കും? 10 എന്ന് വിളിക്കും അല്ലേ? എന്നാൽ ഒന്നിന്റെ കൂടെ 2 0 ചേർത്താലോ നമ്മൾ എന്തോ വിളിക്കും? 100 എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ ഒന്നിന്റെ കൂടെ ഒരു 100 0 ചേർത്താൽ എന്തോ വിളിക്കും? ചോദ്യം മനസ്സിലായോ? ഒന്നിന്റെ കൂടെ ഒരു 0 ചേർത്താൽ 10 എന്ന് വിളിക്കും. ഒന്നിന്റെ കൂടെ 2 0 ചേർത്താൽ നമ്മൾ 100 എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ ഒന്നിന്റെ കൂടെ ഒരു 100 0 ചേർത്ത് എഴുതിയാൽ നമ്മൾ അതിനെ എന്തോ വിളിക്കും? ആർക്കെങ്കിലും ഒരു അഭിപ്രായം? ഒരാള് അഭിപ്രായം പറഞ്ഞു. സൂര്യ എന്ന ആള് പറഞ്ഞു. ആൻസർ എന്താണ്? ഗൂഗോൾ എന്നാണ്. എന്താണ്? ഗൂഗോൾ എന്നാണ് കേട്ടോ. ഗൂഗോൾ എന്നാണ്. ഇത് ഇവിടെ പറയാനുള്ള വേറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗൂഗോൾ എന്നാണ്. ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഇതിനെപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഈ ഗൂഗോൾ ഉണ്ടല്ലോ, ഗൂഗോള് അങ്ങനെ വിശേഷിപ്പിച്ചത് ആര്? ഗൂഗോളിന് ആ പേര് കൊടുത്തത് ആര്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഗൂഗോളിന് ആ പേര് കൊടുത്തത് ആര്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എഡ്വേർഡ്. തുടക്ക നെയിം എന്താണ്? എഡ്വേർഡ്. ബാക്കി അറിയാവോ? എഡ്വേർഡ്. കാസ്നർ. എന്താണ്? എഡ്വേർഡ് കാസ്നർ എന്ന് പറയുന്ന ആളാണ് പേര് കൊടുത്തത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത്. ഗൂഗോളിന് ആ വിശേഷണം കൊടുത്തത് ആരാണ്? എഡ്വേർഡ് കാസ്നർ എന്നാണ്. എഡ്വേർഡ് കാസ്നർ എന്നാണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അത് നമുക്ക് റെയർ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. ഒന്ന് പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. എഡ്വേർഡ് കാസ്നർ ആണ് നമുക്ക് ഗൂഗോളിന് ആ പേര് കൊടുത്തത്. എഡ്വേർഡ് കാസ്നർ ആണ്. വീണ്ടും നമുക്ക് അടുത്ത മേഖലയിലോട്ട് പോവാം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ഒരു കാര്യം പറയാം. നമുക്കറിയുന്ന ഒരാളാണ് അഭിനകം. എന്താണ്? അഭിനകം. എല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞു പോകുന്നത്. അഭിനകം. എന്താണ് അഭിനകം എന്ന് അറിയാമോ? അല്ലെങ്കിൽ അഭിനകത്തിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഓർക്കുക, √2, √3, π. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? അഭിനകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? √2, √3, π. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിള്? അഭിനകത്തിന് എക്സാമ്പിൾ കേട്ടോ. അഭിനകം എന്നതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ്. ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, എന്താണ് ഇറാഷണൽ നമ്പർ എന്ന് ചോദിച്ചാല് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ആവർത്തിക്കുകയും അല്ലെങ്കിൽ ആവർത്തിക്കാനും അവസാനിക്കാനും പാടില്ലാത്ത സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്? അഭിനകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ? ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ആവർത്തിക്കാനും പാടില്ല, അവസാനിക്കാനും പാടില്ല. നോക്കിയാൽ നമുക്കറിയാം. നമുക്ക് ഈ √2 കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താ √2ന്റെ വാല്യൂ? 1.414 എന്നാണ് നമ്മൾ സാധാരണ കേൾക്കാറ്. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാറ്? നിർത്തുന്നത്. പക്ഷേ ഒരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ ഇത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ നിവർന്നങ്ങ് പോകും കേട്ടോ. നമ്മുടെ ഡിസ്പ്ലേ എന്തോരം ഉണ്ടോ അത്രയും നിറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകത്തൊന്നുമില്ല. ഇങ്ങനെ വേറെ വേറെ നമ്പറുകൾ ചേർന്ന് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? അഭിനകം എന്ന് വിളിക്കാറ്. അതുപോലെ തന്നെ പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 3.14 എന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ചുരുക്കി എടുക്കുന്നതാണ്. ഇതിവിടെ അവസാനിക്കുന്നുമില്ല കേട്ടോ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇതുപോലെ വേറെയും ഒരു വാല്യൂ ഉണ്ട് പൈക്ക്, 22/7 എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ്? പറയാറ്. ഓക്കെ, ഇതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോബ്ലം 7ന്റെ ഗുണിതമോ മറ്റോ ആണെങ്കിൽ നമുക്ക് അവിടെ പൈയുടെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? 22/7 കൊടുത്താൽ മതി. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതേസമയം 3.14 ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം?
3.14 കൊടുക്കാം. ചിലയിടത്ത് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സംഖ്യയോടൊപ്പം എന്ത് ചേർത്ത് എഴുതിയാൽ മതി? പൈ ചേർത്ത് എഴുതിയാൽ മതി. ഇത് നമ്മൾ ജാമിതീയ രൂപങ്ങളെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാറ്? പൈയെ പറ്റി എന്ത് ചെയ്യാറ്? പഠിക്കാറ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ വീണ്ടും നമുക്ക് അടുത്തതിലോട്ട് പോവാം. പോവാൻ പോണേ. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ ഇതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം, നല്ലപോലെ റിവൈസ് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് നോക്കണം കേട്ടോ. ദെൻ വീണ്ടും അടുത്ത ഒരു ഏരിയയിലോട്ടാ പോവാൻ പോണേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇരുപത്തിനാലായിരത്തിന്റെ 1/6 എത്ര? 1/6 എത്ര? ഓക്കെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ശതമാനം ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിയതാ. അപ്പൊ സാധാരണ അങ്ങനെയൊന്നും പറയാറില്ല. ഇങ്ങനെ പറയും 1/1 എന്തെന്നാണ് 1/1 എന്തെന്നാണ് ചോദിക്കാറ്. ഓക്കെ. അപ്പോ നമുക്ക് ചെയ്യാൻ അറിയാം. ശതമാനത്തിനെ പറ്റി പറയുമ്പോ ശതമാനം, നമ്മൾ ശതം എന്നാൽ 3, മാനം എന്നാൽ അളവ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, നമ്മൾ എപ്പോഴും ശതമാനം എഴുതുമ്പോൾ അടിയിൽ എന്ത് കൊടുക്കാറുണ്ട്? 100 കൊടുക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, 24,000 ഇൻറ്റു, ഓക്കെ അല്ലേ? നമുക്ക് എന്ത് പറയാം? 1/6 ഡിവൈഡഡ് ബൈ 100. നമുക്ക് ധൈര്യമായിട്ടൊരു കാര്യം ചെയ്യാം. പലരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ 0 നമുക്ക് എന്ത് ചെയ്യാൻ? വെട്ടിപ്പോവാം. 6 കൊണ്ട് 6 വെട്ടിയാൽ മതി. 24നെ വെട്ടിയാൽ മതി. 24ൽ എത്ര 6 ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞേ. 4 6 24. പിന്നെ ആരേ ഉള്ളൂ? ഒരു 0. നമ്മുടെ ആൻസർ എന്താണ്? 40. ഇതെന്താ? 24,000ന്റെ 1/6 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 40 എന്നാണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ദെൻ ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. ഇതേ രീതിയിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. 14,400ന്റെ 8 3/1 എത്ര? 8 3/1 എത്ര? ഒന്ന് ചെയ്തു നോക്കിയേ. 14,400ന്റെ 8 3/1 എത്ര? 8 3/1 എത്ര? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുതാൻ പോകുന്നു. 14,400ന്റെ, നമുക്ക് എപ്പോഴും അറിയാം കേട്ടോ. ആൻസർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇൻഡെ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഉഡേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുത്താൽ മതി? ഇൻഡു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ 14,400ന്റെ 8 3/1 അങ്ങനെയല്ലേ പറഞ്ഞേ? 8 3/1 പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. 3 ഗുണം 8 24 പ്ലസ് 1 അല്ലെ 25 ബൈ, ഇതൊക്കെ നമുക്ക് മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കുന്ന രീതിയാണ്. അത് പിന്നെ നോക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയത് നിങ്ങൾ. 8 3/1 ശതമാനമായത് കൊണ്ട് നമുക്ക് അടിയിൽ എന്ത് കൊടുക്കാം? 100 കൊടുക്കാം. ഈ 2 0യും വെട്ടിപ്പോവും. ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതി 144 ഇൻറ്റു. ഓക്കെ. ഇനി ഇതിനെ പറ്റിയാ പറയാൻ പോകുന്നത്. ഇതൊരു മിശ്ര ഭിന്നമാണ്. നിങ്ങൾക്കറിയാം ഭിന്നസംഖ്യ എത്ര തരത്തിലുണ്ട് എന്ന് ചോദിച്ചാല് 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് സാധാരണ ചിഹ്നം. സാധാരണ ചിഹ്നം എന്ന് പറയുമ്പോൾ എന്താ? വരയ്ക്ക് താഴെയുള്ള ആള് വലുത്, വരയ്ക്ക് മുകളിലുള്ള ആള് ചെറുത്. ഇതാണ് സാധാരണ ചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് വിഷമ ഭിന്നം. വിഷമ ഭിന്നം എന്ന് പറയുമ്പോൾ എന്താ? വരയ്ക്ക് താഴെയുള്ള ആള് ചെറുത്, വരയ്ക്ക് മുകളിലുള്ള ആള് വലുത്. ഓക്കെ അല്ലേ? ഇനി ഒരാളുണ്ട് മിശ്ര ഭിന്നം. ഒരു സാധാരണ സംഖ്യയും ഒരു സാധാരണ ചിഹ്നവും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടാറ്? മിശ്ര ഭിന്നം കിട്ടാറ്. ഓക്കെ അല്ലേ? എനിക്ക് ഓട്ടിച്ച് പോയതാ. ഭിന്നസംഖ്യ ഒന്നുകൂടെ എടുത്തു തരാം. ദെൻ നോക്കിയേ. അപ്പൊ ഞാനിവിടെ ഇത് മിശ്ര ഭിന്നമാണ്, വിഷമ ഭിന്നം ആക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഛേദം ഒരിക്കലും മാറൂല. ഛേദം എന്ത് തന്നെ? 3. ഇനി നോക്കിയേ. 3 ഗുണം 8 3 8 24 പ്ലസ് 1 25. ഓക്കെ അല്ലേ? 8 3/1
ഒരു വിഷമ ഭിന്നമാണ് എന്തെന്ന് പറയുന്നത് 3/25 എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, 3 കൊണ്ട് നമുക്ക് ആരെ വെട്ടാം? 144നെ വെട്ടാം. 14ൽ എത്ര 3 ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യം ഉണ്ട്? 4 3 12. എത്ര ശിഷ്ടം? 2 ശിഷ്ടം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്തായി മാറി? 24. ഓക്കെ ആണോ? നോക്കണം. 3 14ൽ എത്ര പ്രാവശ്യം? 3 4 12. 2 ശിഷ്ടം 24. 24 എത്ര 3 ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എത്രയാ? 3 8 24. 1 8 2 8 16. 3 8 24. ഇവിടെ ഇപ്പൊ എന്തേ ഉള്ളൂ? 48 × 25. ഓക്കെ അല്ലേ? നമുക്കറിയാം 4 × 25 എന്ന് പറയുമ്പോൾ എത്രയാ? അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ തന്നെ ഗുണിച്ചാലും മതി കേട്ടോ. നോക്കിയേ, 40 + 8 അങ്ങോട്ട് ഇവിടെ എഴുതാം കേട്ടോ. 40 + 8 × 25 എന്ന രീതിയിൽ മനസ്സിലൊന്ന് ചിന്തിച്ചാലും മതി. നോക്കിയേ, 4 × 25 എന്ന് പറയുന്നത് 100 പിന്നെ ഒരു 0 കൂടെ കൊടുത്തു, പ്ലസ് 8 × 25. 4 പ്രാവശ്യമാണെങ്കിൽ 100, 8 പ്രാവശ്യമാകുമ്പോ 200. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 1200. ഓക്കെ അല്ലേ? പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പൊ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 14,400ന്റെ 8 1/3 ശതമാനം. ശതമാനം എന്ന് പറയുമ്പോൾ അടിയിൽ എപ്പോഴും എന്ത് എഴുതണം? 100 എഴുതണം. 8 1/3 ആണ്. 8 1/3 എന്ന് പറയുമ്പോൾ ഇതൊരു മിശ്ര ഭിന്നമാണ്. എന്താക്കണം? വിഷമ ഭിന്നത്തിലോട്ട് കൊണ്ടുവരണം. ഓക്കെ അല്ലേ? ഇത് മാറ്റിയാണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, ദെൻ വീണ്ടും ഒരു ചോദ്യത്തിലോട്ട് വരാം. 5ൽ 3ന്റെ ശതമാന രൂപം എന്ത്? 5ൽ 3ന്റെ ശതമാന രൂപം എന്ത്? ഓക്കെ അല്ലേ? അതെ, 60 പറഞ്ഞു. ഓക്കെ, കറക്റ്റാ. ഇവിടെ നമ്മൾ നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചേ. ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നോക്കിയേ, 5ൽ 3 × 100. 5 കൊണ്ട് 100നെ വെട്ടിയാല് എത്രയാ? 20. 20 × 3 എത്രയാണ്? 60. നമ്മുടെ ആൻസർ എന്താണ്? 60. പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 0.0157ന്റെ ശതമാന രൂപം എന്ത്? 0.0157ന്റെ ശതമാന രൂപം എന്ത്? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, അടുത്ത കണ്ടീഷനാ ഞാൻ പറഞ്ഞേ. ദശാംശ സംഖ്യയെ എന്താ ശതമാനമാക്കാൻ എന്ത് ചെയ്താൽ മതി? അവിടെയും 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നോക്കിയേ, 0.0157 × 100. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 157ന്റെ കൂടെ 2 0 കൊടുക്കാം. എന്നിട്ട് ഇവിടെ 4 സ്ഥാനം ഇല്ലേ? 4 സ്ഥാനം മാറ്റി കുത്തു കൊടുക്കണം. 1 2 3 4. അപ്പൊ നമ്മുടെ ആൻസർ എന്തോ പറയും? 1.57. പലരും മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, 1.57. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ. ദെൻ വീണ്ടും നമുക്ക് അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. എഴുതിയേ, ഒരു സംഖ്യയുടെ 20% 500 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 20% 500 ആയാൽ 20% 500 ആയാൽ സംഖ്യ ഏത്? 20% 500 ആയാൽ സംഖ്യ ഏത്? ഓക്കെ, ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കറിയാം, സാധാരണ എക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാറ്. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 500 ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും ഒരു സംഖ്യ എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഓക്കെ, 10ന്റെ 100% എന്ന് വെച്ചാൽ 10, 20ന്റെ 100% 20, 2000ന്റെ 100% എത്രയാ? 2000. അങ്ങനെ തന്നെ പറയണം. അപ്പോ ഇവിടെ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ സംഖ്യ എപ്പോഴും എന്ത് തന്നെയാണ്? 100%
സംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 20% 500 ആയാൽ സംഖ്യ ഏത്? സംഖ്യ എപ്പോഴും 100%. 100%. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 ഉള്ളത് ഗുണിക്കണം. ആർക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ പഠിച്ചു വെക്കുക. മറവിയൊക്കെ മാറ്റി ഇപ്പൊ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. 100 ഇൻറ്റു എന്താണ്? 500 ഡിവൈഡഡ് ബൈ എന്തോ കൊടുക്കാം? 20. ഓക്കെ, അപ്പൊ 2 പേരുള്ളത് ഗുണിക്കുക, ഒരാളുള്ളത് കൊണ്ട് ഹരിക്കുക. 2 പേരുള്ളത് ഗുണിക്കുക, ഒരാളുള്ളത് കൊണ്ട് ഹരിക്കുക. അപ്പൊ നോക്കിയേ, 0 0 വെട്ടിപ്പോയി. 2 കൊണ്ട് 50 വെട്ടി എന്തോ കിട്ടും? 25. 25 ഗുണം 100 എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടി. പലർക്കും കിട്ടിയ ആൻസർ 2500. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യനിലും കൂടെ പോവാം. ഒരു സംഖ്യയുടെ 60%, ഒരു സംഖ്യയുടെ 60% 200 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കും. ഒരു സംഖ്യയുടെ 60% ഓക്കെ 200 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കും. ഒരു സംഖ്യയുടെ 60%-നോടൊപ്പം 200 കൂട്ടിയാൽ എന്ത് കിട്ടും? ആ സംഖ്യ തന്നെ ലഭിക്കും. എങ്കിൽ സംഖ്യ ഏതാ ചോദ്യം. അപ്പൊ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നേരത്തേക്ക് നമ്മൾ എക്സ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, അല്ല എളുപ്പത്തിൽ ചെയ്യാം. ഒരു സംഖ്യയുടെ 60%-നോടൊപ്പം എത്ര കൂട്ടി എന്നാ പറഞ്ഞവര്? 200 കൂട്ടിയാൽ, ഒരു സംഖ്യയുടെ 60%-നോടൊപ്പം 200 കൂട്ടിയാൽ സംഖ്യ ലഭിക്കും. നമുക്കറിയാം സംഖ്യ എപ്പോഴും 100%. സംഖ്യ എപ്പോഴും 100%. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, 60%-നോട് 200 കൂട്ടിയാൽ എന്ത് കിട്ടും? സംഖ്യ ലഭിക്കും. സംഖ്യ എപ്പോഴും 100%. നമുക്കറിയാം 60%-ൽ നിന്ന് 100% വരണമെങ്കിൽ എത്ര കൂടെ വരണം? 40% കൂടെ വരണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം 40% എന്ന് പറയുന്നത് എന്താണ്? 200 കണ്ടുപിടിക്കേണ്ടതോ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. 100% കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്പിൾ. 100 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 40. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, 0 വെട്ടിപ്പോവും. 4 കൊണ്ട് 20 വെട്ടി എത്രയാ? 5. നമ്മുടെ ആൻസർ എന്തായിരിക്കണം? 500. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയുകയാണെ, ശ്രദ്ധിക്കണം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക, 2 ഉള്ളത് ഗുണിക്കുക, 1 ഉള്ളത് കൊണ്ട് ഭാഗിക്കുക. അപ്പോ 100 ഗുണം 200 ഡിവൈഡഡ് ബൈ എത്രയാ? 40 സമം എന്താണ്? 500. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എഴുതാം. ഓക്കെ ആകുന്നുണ്ടോ? ഓക്കെ. ദെൻ വീണ്ടും ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതാം. ഒരു സംഖ്യയുടെ 70%-വും 90%-വും തമ്മിലുള്ള വ്യത്യാസം. ഒരു സംഖ്യയുടെ 70%-വും 90%-വും തമ്മിലുള്ള വ്യത്യാസം. 400 ആയാൽ സംഖ്യ ഏത്? ഓക്കെ, ആൻസറുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാൻ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? 70%-വും 90%-വുമുള്ള വ്യത്യാസം. അപ്പൊ വാക്കിനൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ. വ്യത്യാസം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ബദലായിട്ട് ഉപയോഗിക്കുന്ന മറ്റു വാക്കാണ് അന്തരം, ഡിഫറൻസ് എന്നൊക്കെ പറയും. അപ്പൊ നോക്കിയേ, 90-ന്ന് 70 പോയ എത്രയാ? 20. ഈ 20% എത്രയാണെന്ന് പറയുന്നുണ്ട് അവിടെ? 400 പറയുന്നുണ്ട്. വ്യത്യാസം 400 ആയാൽ സംഖ്യ എന്തെന്നാണ് ചോദ്യം. അപ്പൊ സംഖ്യ എത്രയാ? 100. അപ്പൊ നോക്കിയേ, പഴയതുപോലെ ചെയ്തുകൂടെ? 100 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്താൽ മതി? 20 എന്ന് കൊടുത്താൽ മതി. 0 0 ഒക്കെ വെട്ടിപ്പോവും. 2 കൊണ്ട് 40 വെട്ടി എന്തോ കിട്ടും? 20. 20ന്റെ കൂടെ 2 0 കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? 2000 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? ഓക്കെ.
അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ വരാം. പതിനായിരത്തിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 10,000-ന്റെ 20% 10,000 ഓക്കെ, ഒന്നുകൂടെ നോക്കാം. നമുക്കൊന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. കേൾക്കാവോ എല്ലാവർക്കും? ഓക്കെ. 10,000-ന്റെ പിന്നെന്താ പറഞ്ഞേ, 20% 5% 50% എത്ര? 50% എത്ര? 50% എത്ര? ചോദ്യം മനസ്സിലായോ? 10,000-ന്റെ ഇങ്ങനെയൊന്നും എഴുതത്തില്ല കേട്ടോ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊന്നും കാണത്തില്ല. അവര് വേർഡ്സ് രൂപത്തിലേ പറയൂ. 10,000-ന്റെ 20%, 5%, 50% പറയൂ. നമ്മൾ അതിനെ എങ്ങനെ എഴുതി വെക്കണം? പലരും ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 0യും 0യും വെട്ടിപ്പോയി. ഓക്കെ, ഈ 0യും വെട്ടിപ്പോയി. ഈ 2 0യും ഇതും വെട്ടിപ്പോയി. ഇതും വെട്ടിപ്പോയി. 2 5 10, 10 5 എത്രയാ? 50. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല. 10,000-ന്റെ 20/100 ഇൻറ്റു 5/100 ഇൻറ്റു 50/100. ഓക്കെ, സീറോകളൊക്കെ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. പരസ്പരം ഗുണിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഓക്കെ ആണോ? ദെൻ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എഴുതണം. ഒരു കച്ചവടക്കാരൻ തന്റെ സാധനങ്ങളുടെ വിലയിൽ 20% വർധനവ് വരുത്തുകയും പിന്നീട് 10% ഡിസ്കൗണ്ട് അനുവദിക്കുകയും ചെയ്താൽ, ഒരു കച്ചവടക്കാരൻ തന്റെ സാധനങ്ങളുടെ വിലയിൽ 20% വർധനവ് വരുത്തുകയും പിന്നീട് 10% ഡിസ്കൗണ്ട് കൊടുക്കുകയും അല്ലെങ്കിൽ നൽകുകയും ചെയ്താൽ ആ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം, നഷ്ടം എത്ര ശതമാനം? ഓക്കെ, പറഞ്ഞത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഓർക്കണം. 20% നേട്ടം ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്താ, ലാഭത്തിന് വിറ്റു. ദെൻ വീണ്ടും 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, എങ്കിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം, നഷ്ടം എത്ര ശതമാനം? പലരും കമന്റ് ചെയ്തു. 8% എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ സൂത്രവാക്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്കിവിടെ സൂത്രവാക്യമൊന്നും ഇല്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇങ്ങനെയാ. 20% കൂടി എന്നല്ലേ പറഞ്ഞേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? +20 എന്ന് കൊടുക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. 20% കൂടി, എന്ത് കൂടി എന്ന് പറഞ്ഞു പ്ലസ് കൊടുക്കുക. അടുത്ത് പറയണു 10% കുറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? കുറവിനെ സൂചിപ്പിക്കാനായിട്ട് മൈനസ് എന്ന് കൊടുക്കാം. -10. 10% എന്ത് ചെയ്തു? കുറഞ്ഞു. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയേ. പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ്. അതുപോലെ നോക്കിയേ, 20 × 10 നമുക്ക് എന്തോ പറയാം? 200 എന്ന് പറയാം. 20 × 10 200. ശതമാനം ആയതുകൊണ്ട് നമുക്ക് അടിയിൽ ആരെ കൊടുക്കാം? 100 കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണ്, മനസ്സിലാക്കി പഠിക്കണേ. ഒന്ന് പറഞ്ഞു, 20 കൂടി +20, 10 കുറഞ്ഞു -10. പ്ലസ് ഇൻറ്റു മൈനസ് 20 × 10 200. ശതമാനം ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? അടിയിലൊരു 100. ഇനി ഒന്ന് നോക്കിയേ, പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം അല്ലേ? അപ്പൊ 20-ൽ നിന്ന് 10 പോയ എന്താണ്? 10. വലുതിന്റെ ചിഹ്നം നമുക്കറിയാം, പ്ലസ് ആണെന്ന് അറിയാം. then ഇങ്ങോട്ട് നോക്കി, ഇനി ഇവിടെ ആരാ ഉള്ളേ? -200/100. ഓക്കെ, പഠിക്കാനുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതങ്ങോട്ട് സ്പീഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ +10 -200/100. ഈ 0 എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാം.
10 - 2 എന്തോ കിട്ടി? 8%. അപ്പോൾ നോക്കിയേ, ഈ 8ന്റെ ചിഹ്നം മൈനസ് ഒന്നും വന്നില്ലല്ലോ, പ്ലസ് അല്ലേ വന്നേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലാഭം. അതേസമയം നമ്മൾ ചെയ്തു വരുമ്പോ ഇവിടെ എവിടെയെങ്കിലും മൈനസോ മറ്റോ വന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? 8% നഷ്ടം എന്ന് പറയുമായിരുന്നു. ഓക്കെ അല്ലേ? ഒന്നുകൂടെ, 20% കൂടി, +20, 10% കുറഞ്ഞു, -10, പ്ലസ് ഇൻറ്റു മൈനസ്, -20 × 10 200 ഡിവൈഡഡ് ബൈ എന്താണ്? 100. 100 കൊടുക്കാനുള്ള കാരണം ശതമാനം എപ്പോഴും നമ്മൾ 100 രൂപ പറയാറ്, അതുകൊണ്ട് അടിയിൽ എന്ത് കൊടുത്തേ? 100 കൊടുത്തേ. നോക്കിയേ, ഇനി അടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തേ, പ്ലസും മൈനസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, അങ്ങനെയാണെങ്കിൽ 10 എന്ന് വരണം. ഇത് എഴുതിയിട്ട് സീറോകളൊക്കെ വെട്ടിയപ്പോൾ 2 കിട്ടി. 10ൽ നിന്ന് 2 പോയി 8 ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് എന്താണ്? ലാഭമാണ്. നമ്മുടെ ആൻസർ 8% ലാഭം. ഞാൻ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, എന്നാൽ ഒരു ചോദ്യം കൂടെ നമുക്ക് എഴുതി നോക്കാം, ഒരെണ്ണം കൂടെ എഴുതി നോക്കാം. ഒരു കച്ചവടക്കാരൻ തന്റെ സാധനങ്ങളുടെ വിലയിൽ ആദ്യം 10% വർധനവ് വരുത്തുകയും പിന്നീട് 10% ഡിസ്കൗണ്ട് നൽകുകയും ചെയ്താൽ ആ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം ഓർ നഷ്ടം എത്ര ശതമാനം? നോക്കിയേ, ഇവിടെ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാം. നമുക്ക് 2, 3 ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, ഒരൊറ്റ രീതിയിൽ നമുക്കതങ്ങ് ചെയ്യാം. നമുക്ക് നോക്കാം. 10% കൂട്ടി, വീണ്ടും 10% കുറച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, പ്ലസ് ഇൻറ്റു മൈനസ്, -10 × 10 100. അടിയിൽ നമുക്ക് എന്തോ കൊടുക്കാം? 100 എന്ന് കൊടുക്കാം. പ്ലസും മൈനസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നമാണ്. ഇവിടെ വലുതും ഇല്ല ചെറുതും ഇല്ല, ഒരേ സംഖ്യയാണ്, എന്ന് വെച്ചാൽ 0 ആയിട്ട് മാറും. ഇനി ഇവിടെ ആരേ ഉള്ളൂ? -100 ഡിവൈഡഡ് ബൈ 100. ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് വെട്ടിപ്പോയി. നമ്മുടെ ആൻസർ എന്താണ്? -1 എന്ന് വെച്ചാൽ 1% എന്താണ്? നഷ്ടമാണ്. നമ്മുടെ ആൻസർ 1% നഷ്ടമെന്നാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അത് ഓക്കെയാണ്. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിയേ. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ഉസ്സാഗ എന്ത്? ഓക്കെ അല്ലേ? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ഉസ്സാഗ എന്ത്? ഓക്കെ, ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. 1 എന്ന് പറഞ്ഞു. ശരിയാണ്. കാരണം ആദ്യത്തെ 5 അഭാജ്യ സംഖ്യ നമുക്കറിയാം എന്തൊക്കെയാ? 2, 3, 5, 7, 11 അല്ലെ? ഉസ്സാഗ കാണുമ്പോഴുള്ള പ്രത്യേകത, ഉസ്സാഗ എന്ന് പറയുമ്പോൾ പൊതു ഘടകമാണ് ആൻസർ. ഇതിലെ പൊതു ഘടകം ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആൻസർ 1. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാല് ഈ എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേസമയം LCM എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഗുണം 3 ഗുണം 5 ഗുണം 7 ഗുണം 11 ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, HCF ആണെങ്കിൽ ആൻസർ 1, LCM ആണെങ്കിൽ എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ ആകുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എഴുതണം. A ഒരു ജോലി 20 ദിവസം കൊണ്ടും എയും ബിയും ഒരുമിച്ച് 10
അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ അവർ ഒരുമിച്ച് എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? ചോദ്യം ഇങ്ങനെയാണ്. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എയും ബിയും ഒരുമിച്ച് അതേ ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? ഇതും വളരെ ലളിതമായ ചോദ്യമാണ്. ഇതെല്ലാം ഒരു വാമപ്പായിട്ട് മാത്രമേ നിങ്ങൾ കാണാവൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാളും ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള ഒരു വാമപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, നമുക്ക് ഇത് ഇക്വേഷൻ ഒന്നും കൊടുക്കാതെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഇവിടെ എ ഇരിപ്പുണ്ട്, പിന്നെ ആരുമുണ്ട്? എയും ബിയും ഒരുമിച്ച് എന്ന് പറയുന്നുണ്ട്. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. എയും ബിയും കൂടെ 4 ദിവസം കൊണ്ട് ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. 20 ദിവസം കൊണ്ട് എ ചെയ്യുന്ന ജോലി എന്താണ്? എയും ബിയും ഒരുമിച്ച് 4 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്താണ്? അപ്പൊ നമ്മുടെ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന് പറയുന്നത് വർക്ക് കണ്ടുപിടിക്കുക എന്നതാണ്. വർക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. 20ന്റെയും 4ന്റെയും LCM എടുത്താൽ മതി. ഓക്കെ അല്ലേ? LCM കാണാനും എളുപ്പമായിട്ടുള്ള മാർഗമുണ്ട്. വേറെ ഒന്നുമല്ല, നോക്കണം. തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏത്? 20. ഓക്കെ അല്ലേ? ദെൻ ചോദ്യത്തിൽ മിസ്റ്റേക്ക് പറ്റി. 4 അല്ല, എത്രയാ? 12 പറഞ്ഞിരുന്നത്. 12 എന്നാ പറഞ്ഞിരുന്നത്. നോക്കണം. അപ്പോ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏത്? സംഖ്യ ഏതാ? 20 ആണ്. ശരിയല്ലേ? 20നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും 20ന്റെ അടുത്ത മൾട്ടിപ്പിളിലോട്ട് പോകണം. 40. 40നെയും 12 കൊണ്ട് പറ്റില്ല. ദെൻ വീണ്ടും അടുത്ത മൾട്ടിപ്പിൾ പറ്റും. അപ്പൊ നമ്മുടെ LCM എന്തായി? 60 ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, 20 × 3 ആണ് 60. 12 × 5 ആണ് 60. എന്ന് വെച്ചാല് എ ഒരു ദിവസം 3 ജോലി ചെയ്യും. അതാണ് എയുടെ കഴിവ്. എന്നാൽ എയും ബിയും ഒരുമിച്ചാണെങ്കിലോ 5 ജോലി ചെയ്യും. നമുക്കറിയേണ്ടത് നമ്മുടെ ഈ 60 ജോലി ആര് ചെയ്യണം? ബി ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പൊ നോക്കിയേ, ഈ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്. അതിന് ആരെ മാത്രം ഒഴിവാക്കിയാൽ മതി? എയെ മാത്രം ഒഴിവാക്കിയാൽ നമുക്ക് ആരെ കിട്ടിക്കോളും? ബിയെ കിട്ടിക്കോളും. അപ്പൊ നോക്കി, 5ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 2. 60/2. നമ്മുടെ ആൻസർ എത്ര വരണം? 30 എന്ന് വരണം. ഓക്കെ അല്ലേ? ഇതൊരു ബേസ് ക്വസ്റ്റ്യൻ ആണ്, അടിസ്ഥാന ക്വസ്റ്റ്യൻ ആണ്. ഒന്നും ആയിട്ടില്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. കാരണം ഈ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഇത് റീസെന്റ് ആയിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ. നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എ ഇത്ര ദിവസം, എയും ബിയും ഇത്ര ദിവസം. നേരെ LCM കണ്ടുപിടിക്കുക. LCM എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടുത്തെ വർക്ക് എന്നാണ്. ദെൻ നോക്കണം, ആ വർക്ക് ബി ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. രണ്ടുപേരും കൂടെ ചേർന്നാണെങ്കിൽ 5 ദിവസം, എ ഒറ്റയ്ക്കാണെങ്കിൽ 3 ദിവസം. എങ്കിൽ ബിയെ പറ്റി പറയാൻ 5ൽ നിന്ന് 3നെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. എന്തോ കിട്ടും? 2 എന്ന് കിട്ടും. 60/2. നമ്മുടെ ആൻസർ എന്താണ്? 30. ഓക്കെ അല്ലേ? നമ്മള് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇത് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഞാൻ തുടക്കമേ ആയിട്ടുള്ളൂ. നമ്മൾ ഓരോ ചാപ്റ്റർ ഇങ്ങനെ അനലൈസ് ചെയ്ത് പോയതേ ഉള്ളൂ. ഒന്നും നമുക്ക് എന്താ ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടില്ല. ഒരു വാമപ്പ് സ്റ്റേജിലേ നമ്മൾ ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓർപ്പിച്ച് മനസ്സിലാക്കി വെക്കണം. എല്ലാവർക്കും മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ധൈര്യമായിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സെക്ഷനിലോട്ട് എന്ത് ചെയ്യാം? പോവാം. ഒരു വാമപ്പ് സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ദെൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.